ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ രാവിലെ അപ്പമാണ് ഉണ്ടാക്കണേ. അപ്പോൾ നമുക്ക് അപ്പത്തിനൊരു കറി വേണമല്ലോ, എന്നും മുട്ടക്കറിയല്ലേ ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട് ഒരു എഗ് ചില്ലി ആയാലോ. അപ്പോൾ കുട്ടികൾക്കും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇഷ്ടാവുമേ. ഇവിടെ കുട്ടികളാരുമില്ല, വലിയ മക്കളാണ്, അവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട ഞാൻ കഴുകിയപ്പോഴത്തേനും വാഷ് ബേസിൻ്റെ അകത്തേക്ക് വീണ് ഒരിത്തിരി പൊട്ടിയിരിപ്പുണ്ട്, അതാണ് ഞാൻ കാണിക്കാത്തത്. 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി, മുട്ടയ്ക്കൊരു എരിവൊക്കെ വേണമല്ലോ. ഇനി ഇതിലേക്ക് ഒരല്പം പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു നിറം കിട്ടുകയും ചെയ്യും. എന്നിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ല പോലെ അടിക്കണം. ഇനി ഞാനൊരു പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവറിൻ്റെ ഓയിലിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നല്ലതുപോലെ ചൂടാവണേ. അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പൊടിയായിട്ട് ചിക്കാതെ പതുക്കെ ചിക്കിയെടുക്കണേ. ഒരേ കഷ്ണം പോലെ ഇരിക്കണം. പെട്ടെന്ന് അങ്ങോട്ട് ചിക്കരുത്. പതുക്കെ ചിക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ പൊടി പോലെ ആവില്ല. എന്നിട്ട് ആ കയ്യിൽ ചട്ടകത്തിൻ്റെ തുമ്പ് വെച്ചൊന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി. ഇതേപോലെ എടുക്കണം. ഇനി നമുക്ക് വേറൊരു പാത്രം കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കണേ. കുറച്ചൊഴിച്ചാൽ മതി. ഒന്ന് ചൂടാവട്ടെ എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വട്ടത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ വട്ടമാണ് അരിഞ്ഞിരിക്കണേ. ഇനി നമുക്കിതിലേക്ക് ഈ ഇഞ്ചിയുടെ കഷ്ണവും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും അധികം അങ്ങോട്ട് മുരിയൊന്നും വേണ്ട. പതുക്കെ ഒന്ന് ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതിയേ. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയും 4ആക്കി മുറിച്ചിട്ട് വട്ടം മുറിക്കും, അതേപോലെ എടുത്തിട്ടുണ്ട്. ഒരു വലുതും ഒരു ചെറുതും. മുട്ട 5 ഉണ്ടല്ലോ. പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, വലിയ കഷ്ണങ്ങളാക്കി. ഇനി ഈ സവാള അധികം വാടുകയൊന്നും വേണ്ട, മുരിഞ്ഞൊന്നും പോവണ്ട. പതുക്കെ പച്ചമണമൊന്ന് മാറി കിട്ടിയാൽ മതിയേ. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും, ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തവരുടെ എരിവിനനുസരിച്ചിട്ട് വേണേ ഇടാനായിട്ട്. അതിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം ആദ്യമേ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി എളുപ്പമായേ. ഇനി ഈ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അധികം വേവൊന്നും വേണ്ട, പതുക്കെ ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഇനി നമുക്ക് ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകുണ്ട്. ഇവിടെ ഇത്തിരി എരിവ് വേണം, അതുകൊണ്ടാണ് 2 എടുത്തത്. ഇല്ലെങ്കിൽ 1 മതി. കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സവാളയൊക്കെ വാടി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം.
അപ്പം മുട്ടക്കറി ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ പറ്റുമേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, എല്ലാം അരിഞ്ഞ് നമ്മുടെ അടുത്ത് വെച്ചേക്കുവാണെങ്കിൽ. അപ്പോൾ അതേ ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം പിരിയൻ മുളകിൻ്റെ പൊടിയും കൂടെ. അപ്പോൾ കറിക്ക് നല്ലൊരു നിറം കിട്ടുമേ. എരിവ് വേണ്ടവർക്ക് നമ്മുടെ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് പിരിയൻ മുളകിൻ്റെ പൊടി ഇട്ടത്. ഇനി ഇതിലേക്ക് റെഡ് ചില്ലിയുടെ 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് 1 ടീസ്പൂൺ മതിയേ. ഇങ്ങോട്ട് പോരുന്നില്ല, ഒന്ന് കുത്തിയൊക്കെ ഇട്ട് കൊടുത്തേ. എന്നിട്ടും പോരാൻ ഭയങ്കര പാട്. ഒന്നും കൂടെ ഒന്ന് കുത്തിയിട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസാണ്. ഒരു ടീസ്പൂൺ മതിയേ. അപ്പോൾ റെഡ് ചില്ലിയൊക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു നിറവും കിട്ടും. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മതിയേ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും ഒഴിക്കേണ്ടത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കണം, എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവട്ടെ. ഇനി നമുക്കിതിലേക്ക് ഗ്രേവി വേണമല്ലോ. അപ്പം ഞാനിവിടെ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇതിപ്പോൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അപ്പത്തിനായതുകൊണ്ട് ഇത്തിരി ഗ്രേവി വേണേ. അത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. നമ്മൾ മുട്ടയ്ക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതേപോലെ തന്നെ ഈ സോസുകളൊക്കെ ഒഴിച്ചപ്പോൾ അതിനും ഉപ്പിൻ്റെ അംശം കൂടുതലുണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി വെച്ചിരുന്നതാണ്, അതൊരല്പം ഒഴിച്ചു കൊടുക്കാം. അത് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി, കുറച്ച് ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഒത്തിരി അങ്ങോട്ട് കട്ടയായി പോവും, കുറുകിപ്പോവും. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. ഉപ്പൊക്കെ പാകത്തിനാണ്. നല്ലപോലെ ഇളക്കണം. അപ്പോൾ ആ സവാളയിലും മുളകിലൊക്കെ എല്ലാം പിടിച്ചിട്ടുണ്ടാവും ഉപ്പും ഇതൊക്കെ. അപ്പം ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ഇനി ഉള്ളിയുടെ തണ്ടുണ്ടെങ്കിൽ അതൊരല്പം അരിഞ്ഞിട്ടാൽ മതി. എൻ്റെ കയ്യിലിപ്പോൾ അതില്ല. ഞാനിപ്പോൾ ഇവിടെ മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു കറി ഉണ്ടാക്കാൻ മറക്കരുത്. കുട്ടികൾക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടും. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ് എഗ് ചില്ലി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.